ജീവിതത്തിൽ നമ്മുടെ ഓരോ നിലപാടുകളും ഓരോ പെരുമാറ്റങ്ങളും അതിൻ്റെ യഥാർത്ഥ ഗുണം ലക്ഷ്യം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല എന്ന് കാണാം. ചെറിയ ഉദാഹരണം, ഹെൽമറ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ അത് നാം അനുസരിക്കും, പോലീസിനെ ഭയന്നുകൊണ്ടാണത്. അതല്ലാതെ ഹെൽമറ്റ് വെക്കാതെ യാത്ര ചെയ്യുമ്പോൾ അപകടമുണ്ടായാൽ തലക്ക് ക്ഷതമേറ്റ് ജീവൻ അപകടത്തിലാകും എന്ന ബോധം കൊണ്ടല്ല. ആ ബോധത്തെക്കുറിച്ച് എത്ര തന്നെ നമുക്ക് ബോധവൽക്കരിച്ചാലും നമുക്കതൊട്ട് മനസ്സിലാവുകയുമില്ല. ഒരു പോലീസുകാരൻ തടുത്തു നിർത്തി 500 1000 അതിൻ്റെ പേരിൽ വാങ്ങുമ്പോൾ മാത്രമാണ് നമുക്കത് ബോധ്യപ്പെടുക. അതല്ലാതെ അതുകൊണ്ടുള്ള ജീവന് അതുകൊണ്ടുള്ള അപായമോ മറ്റ് ഭവിഷ്യത്തുകളോ നമ്മുടെ ചിന്തയിലേ വരുന്നില്ല, നമ്മുടെ പരിഗണനയെ അർഹിക്കുന്നതല്ല. ഇതുപോലെ തന്നെയാണ് ഓരോ നിയമലംഘനങ്ങളും. ആ നിയമം ലംഘിച്ചാലുണ്ടാകുന്ന യഥാർത്ഥ ഭവിഷ്യത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാലും അറിയാൻ കൂട്ടാക്കാതെ, മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ, പിന്തുടരാൻ കൂട്ടാക്കാതെ അതിൻ്റെ പേരിലുണ്ടാകുന്ന നിയമപരമായോ മറ്റോ ഉണ്ടാകുന്ന നടപടികളെ ഭയന്ന് മാത്രമാണ് നാം അവ അനുസരിക്കുന്നത്. ഉദാഹരണത്തിന്, സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിൽ നമുക്ക് ഒരു വിഷമവുമില്ല, സന്തോഷമേ ഉള്ളൂ. അതിനുവേണ്ടി ഏത് പണിയും നാം അവലംബിക്കും. പക്ഷേ ED വരുന്നു എന്ന് കേട്ടാൽ ഭയമാണ്. ഇൻകം ടാക്സുകാരൻ നമ്മളെ പിടികൂടും എന്നത് മാത്രമേ നമുക്ക് ഭയമുള്ളൂ. അതല്ലാതെ നമുക്ക് സമ്പത്തിനെ അതിൻ്റെ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ള ബോധം നമുക്കില്ല. നാം തന്നെ ആ ബോധം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തെന്നിരിക്കും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തില്ല. എന്നിട്ട് രാജ്യസ്നേഹം അഭിനയിക്കുകയും ചെയ്യും. ഇതുപോലെ ഓരോ കുറ്റകൃത്യങ്ങൾക്കും അതിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർത്തല്ലാതെ അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതം എന്ത്, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം എന്നതിൻ്റെ പേരിൽ ഒരാൾ പോലും ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് വിട്ടുനിന്നായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നാം നമ്മളെ തന്നെ പരിശോധിച്ചാൽ തന്നെ പോലീസ് പിടിക്കുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ മതവിശ്വാസിയാണെങ്കിൽ മരിച്ചു എന്നാൽ ദൈവശിക്ഷ ലഭിക്കുമെന്നുള്ള ഭയം, ഇതല്ലാതെ ഇത് രണ്ടും ന്യായം തന്നെ, ഇത് രണ്ടും അനുസരിക്കേണ്ടതും ഭയപ്പെടേണ്ടതും തന്നെ. എങ്കിൽ പോലും ഇതിലെല്ലാം ഉപരിയാണ് മൂന്നാമതൊരു കാര്യം. കാരണം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റുണ്ടാക്കുന്ന സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്തായി അതിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് നേരിടുന്ന അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ, ഇതുകൂടി പരിഗണനാർഹമാകണം. അതായത് ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പോലീസ് വന്നാൽ പോലീസിനെ പേടിച്ച് അയാൾ ചെയ്യാതിരിക്കും. ഒരു പരിധിവരെ വിശ്വാസികളിൽ ഒരു വിഭാഗം, വളരെ ചെറിയ വിഭാഗം ദൈവത്തെ ഭയന്നുകൊണ്ട് ചില തെറ്റുകളിൽ നിന്ന് പിന്മാറും. ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായും നല്ല കാര്യം തന്നെ. പക്ഷേ മൂന്നാമതൊരു അവസ്ഥ കൂടി അതിനുണ്ട്. അതെന്താണ്? ആ തെറ്റുകൊണ്ട് തൻ്റെ സ്വന്തം ജീവിതത്തിനും സമൂഹത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾക്കും അതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്ന് കൂടി ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു പോലീസുകാരനില്ലെങ്കിലും ഒരു ദൈവബോധമില്ലെങ്കിലും ആ തെറ്റ് പിന്നെ നമുക്ക് ചെയ്യാനാവില്ല. കാരണം അതാണ് യഥാർത്ഥ ബോധവൽക്കരണം. ദൈവബോധം തന്നെ, മതങ്ങളുടെ മൂല്യവ്യവസ്ഥ തന്നെ മനുഷ്യനെ ഈ ബോധത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടുള്ളതാണെന്ന് കാണാം. അതായത് ഒരു മനുഷ്യനെ സദാ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ സദാ നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണ്, CCTVയുടെ വ്യൂ പോയിന്റിലാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ വസ്തുത തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ വിശ്വാസികളിൽ ഒരു ചെറിയ വിഭാഗം, വളരെ ചെറിയ വിഭാഗം ദൈവം തന്നെ കാണുമെന്നുള്ള ഭയത്താൽ ചില തെറ്റുകളിൽ നിന്ന് പിന്മാറാറുണ്ട്. ചിലർ സമൂഹം ഇതറിഞ്ഞാൽ തൻ്റെ മാനഹാനി നേരിടുമോ എന്ന ഭയത്താൽ പിന്മാറാറുണ്ട്. ചിലർ ഇതുകൊണ്ട് പിടിക്കപ്പെട്ട പോലീസും നിയമങ്ങളും കോടതിയും ജയിലുമായി ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ എന്നതുകൊണ്ടും പിന്മാറാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം ഉപരിയായ ഒരു ബോധമാണ് ഈ തെറ്റ് ഞാൻ ചെയ്തുകൂടാത്തതാണ്. എന്തുകൊണ്ട്? പോലീസ് പിടിക്കും എന്നതുകൊണ്ടോ മരണാനന്തരം പരലോകത്ത് വെച്ച് ദൈവം പിടികൂടി ശിക്ഷിക്കും എന്നതുകൊണ്ടോ
മാത്രമല്ല, അതുകൊണ്ടുകൂടി ആവട്ടെ, അത് മാത്രമല്ല, ഈ തെറ്റ് എൻ്റെ തന്നെ ശരീരത്തിനും എൻ്റെ തന്നെ ജീവിതത്തിനും എൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തുന്നതാണ് എന്ന ബോധ്യത്തിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് പിന്മാറുമ്പോൾ അതിന് വ്യാപ്തി കൂടും, അതിന് കുറേ കൂടി പവർഫുള്ളായിരിക്കും, ആ നന്മ കുറേ കൂടി ഫലപ്രദമായിരിക്കും. ഇതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരാൾ ആ വാഹനം കൂട്ടിയിടിക്കുകയോ അപകടം വരുത്തുകയോ ചെയ്താൽ ആ അപകടത്തിൻ്റെ പേരിൽ തനിക്കുണ്ടാകുന്ന നിയമപരമോ ശാരീരികമോ ആയ വിഷമങ്ങളെക്കുറിച്ച് ഓർത്താണ് വേവലാതിപ്പെടുന്നത്. തൻ്റെ വാഹനം കൊണ്ട് മറ്റൊരാളുടെ ജീവനോ സ്വത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അപകടമുണ്ടായല്ലോ, ദോഷമുണ്ടായല്ലോ എന്ന വേവലാതി ഒരാളെയും തീണ്ടാത്ത കാലത്തോളം നമ്മളാരും നല്ല മനുഷ്യരാണെന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല, നല്ല വിശ്വാസികളാണെന്ന് പറയുന്നതിലും അർത്ഥമില്ല, നല്ല ദേശസ്നേഹികളാണെന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ആപേക്ഷികമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ആപേക്ഷികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ചെയ്തി അല്ലെങ്കിൽ ഒരാളുടെ റിയാക്ഷൻ അനുസരിച്ചുള്ള ആക്ഷൻ, അതാണ് നമ്മുടേത്. ഒരു കൂട്ടർ വർഗീയവാദികളാണ് നമ്മുടെ സമൂഹത്തിൽ, ഒരു സമൂഹം ആണെങ്കിൽ നമ്മളും വർഗീയവാദിയാവുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരമായി നമ്മൾ കരുതുന്നത്, സങ്കല്പിക്കുന്നത്. അതല്ലെങ്കിൽ രാജ്യത്ത് എല്ലാവരും നുണ പറയുകയാണെന്നുള്ളതുകൊണ്ട് നമുക്കും നുണ പറയാം എന്ന തീരുമാനത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. രാജ്യത്തെ എല്ലാ കുറ്റകൃത്യങ്ങളും പെരുകിക്കൊണ്ടിരിക്കണം, നമ്മൾ മാത്രം എന്തിന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന മനോഭാവമാണ് നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ല. അതായത് ചിന്താധാരകളുടെ ഈ പാരസ്പര്യം എന്നത് ശരിയായ പ്രയോഗമല്ല എങ്കിലും ഞാൻ പറയാണ്, ഒരു കാര്യം നടക്കുന്നതിൻ്റെ പേരിലുള്ള പ്രത്യാഘാതമായിട്ട് പ്രതിഫലനമായി നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടുകൂടാ. നമുക്ക് നമ്മുടേതായ ദൃഢമായ ഒരു നിലപാടുണ്ടായിരിക്കണം. ലോകം മുഴുവൻ കള്ളം പറഞ്ഞാലും ഞാൻ കള്ളം പറയാൻ പോകുന്നില്ല. ലോകം മുഴുവൻ മയക്കുമരുന്നിന് അടിമയായി കുറ്റകൃത്യങ്ങളിലും തിന്മകളിലും മുഴുകിയാലും ഞാൻ അതിന് ഇടപെടാൻ പോകുന്നില്ല. കാരണം ഇന്ന കാരണങ്ങളാൽ. എന്താണ് ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി ലോകത്തെ എല്ലാവരുടെ കയ്യിലുമുണ്ട് കള്ളപ്പണം, അതുകൊണ്ട് നമ്മുടെ കയ്യിലും കുറച്ചാവാം എന്ന രീതി പാടില്ല. നമ്മുടെ കയ്യിൽ കള്ളപ്പണം വേണ്ട. നമ്മുടെ മതക്കാർക്ക് വർഗീയത വേണ്ട. എനിക്ക് കുറഞ്ഞ പക്ഷം വ്യക്തിപരമായി നമുക്ക് വർഗീയത വേണ്ട. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾക്ക് പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായും മറ്റേതൊരു പ്രശസ്തിയേക്കാളും മറ്റേതൊരു നമ്മുടെ മഹത്വങ്ങളെക്കാളും നമ്മുടെ സത്യസന്ധത, നമ്മുടെ ഇത്തരം നിലപാടുകൾ നമ്മളെ മനുഷ്യരുടെ ഇടയിൽ പ്രത്യേക പരിഗണനയ്ക്ക് അർഹനാക്കും എന്ന് കാണാം. ഇന്ന് അറിയപ്പെടുന്ന പ്രഗത്ഭരായ ചില ആളുകളെങ്കിലും നന്മ കൊണ്ട് അറിയപ്പെട്ടവരാണ്. നന്മ കൊണ്ട് മാത്രം. പണം കൊണ്ടും മറ്റ് സൗന്ദര്യം കൊണ്ടും മറ്റ് പല അധികാരപ്രമത്തത കൊണ്ടും അറിയപ്പെടുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ അപൂർവമായിട്ടെങ്കിലും തികഞ്ഞ നന്മ കൊണ്ട് അറിയപ്പെടുന്ന വ്യക്തികളും കുറവല്ല നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ വർത്തമാനകാലത്തിൽ പോലും. ഇതുകൊണ്ട് പോലീസുകാരൻ റോഡിൽ തടുത്തു നിർത്തിയാലും ഇല്ലെങ്കിലും ഞാൻ ഹെൽമെറ്റ് വെക്കും. എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണത് എന്ന ബോധ്യത്തിലേക്ക് എത്തണം നമ്മൾ. അപ്പോഴേ റോഡ് സുരക്ഷ സമ്പൂർണ്ണമാവുകയുള്ളൂ. എത്ര പോലീസുകാരെ ഏതൊക്കെ കവലകളിൽ കാവൽ നിർത്തിയിട്ടാണ് നമ്മളെ കൊണ്ട് ഹെൽമെറ്റ് വെക്കാനാവുക? എത്ര ഈഡികൾ ഏതൊക്കെ വീടുകളിൽ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങിയാലാണ് നമ്മുടെ സമ്പത്തിനെ ക്രമീകരിക്കുക? നമ്മൾ രാജ്യരക്ഷയ്ക്ക് ഉപദ്രവകരമായ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന തരത്തിലുള്ള സമ്പാദ്യത്തിൻ്റെ ചേർത്തുവെക്കലും ഇല്ലാതാവുക. ഇതെല്ലാം പ്രായോഗികമല്ല. ഇതെല്ലാം ഓരോ പൗരനും ഓരോ വ്യക്തിയും തീരുമാനിച്ചെടുക്കേണ്ട നിലപാടുകളാണ്. കാരണം ഞാൻ ലോകം മുഴുവൻ ഇന്ന അക്രമങ്ങളിൽ ഏർപ്പെട്ടാലും ഞാൻ അതിലേർപ്പെടില്ല എന്ന ദൃഢനിശ്ചയം, ഇതാണ് നാം ചെയ്യേണ്ട പ്രതിജ്ഞ. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പ്രതിജ്ഞ എടുത്താലും ഇല്ലെങ്കിലും ഏകദേശം ഈ രീതിയിലെത്തുന്ന രാജ്യങ്ങളുടെ കാര്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വലിയ കുഴപ്പങ്ങളില്ല, ജയിലുകൾ അടച്ചുപൂട്ടി, കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട്,
ഇതൊക്കെ സ്വയം തീരുമാനമെടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പോലീസുകാരെ എത്ര നിരത്തി നിർത്തിയാലും പട്ടാളക്കാരെ കൊണ്ട് എത്ര തോക്കുകൊണ്ട് ബലം പ്രയോഗിപ്പിച്ചാലും മനസ്സുകൾ സജ്ജമാകാത്ത കാലത്തോളം ഒരു കുറ്റകൃത്യത്തിനും ഒരു കുറവും കാണാൻ പോകുന്നില്ല. പോലീസുകാരൻ്റെ കണ്ണു വെട്ടിച്ച് അത് നടക്കും, അല്ലെങ്കിൽ അവർ മാറുന്നതോടുകൂടി അത് വീണ്ടും ആരംഭിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെയാണ് ദൈവവിശ്വാസത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും മൂല്യവ്യവസ്ഥകളുടെയും പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അതിനും പോരായ്മകളുണ്ട്. കാരണം പലതരം മൂല്യവ്യവസ്ഥകൾ കൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡാണ്. കാരണം ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പക്ഷേ ഒന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം, നമ്മുടെ വെരി ലൈഫ്, നമ്മുടെ സ്വന്തം ജീവിതം, അതിനെ ഡയറക്റ്റായിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഉടനടിയായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നാം ഇടപെടാതിരിക്കുക, അതിൽ ബോധപൂർവം ഇടപെടുക. ഇതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഉപദേശിച്ചാലും ഇല്ലെങ്കിലും നമ്മുടേതായ സുരക്ഷ നാം ഉറപ്പുവരുത്തുക. കാറിലാണ് സീറ്റ് ബെൽറ്റ്, ബൈക്കിലാണ് പിന്നെ ഹെൽമറ്റ്. ഈ രണ്ട് കാര്യത്തിൽ ഒതുങ്ങുന്ന നല്ലത്. മറ്റേതെങ്കിലും റോഡിൽ നടന്നു പോകുമ്പോഴും നമുക്ക് സുരക്ഷയുടെ ബോധം ഉണ്ടായിരിക്കണം. ഫോൺ ചെയ്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന പ്രവണത കാണാം. നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ. അത് ആരെങ്കിലും പോലീസുകാരൻ ഫൈൻ അടിക്കുന്നവരെ നമ്മളൊരു കുറ്റം തുടരുക എന്നുള്ളത് വളരെ ബുദ്ധിശൂന്യമായ ഒരു ഇടപാടാണ്. പോലീസുകാരൻ കാണുന്നത് വരെയോ അല്ലെങ്കിൽ മരിച്ചു ചെയ്യുന്ന പരലോകത്തിൽ നിന്ന് ദൈവം ശിക്ഷിക്കുന്നത് വരെയോ കുറ്റകൃത്യങ്ങളിൽ മുഴുകാൻ നാം വ്യാപൃതരാകരുത്, നാം ഉദ്ദേശിക്കരുത്. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇഹലോകത്ത് വെച്ച് തന്നെ ശരി ചെയ്ത് പഠിക്കണം. പോലീസുകാരൻ്റെ കണ്ണിൽ പെടാതെ തന്നെ പോലീസുകാരനെ നാം തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന ബോധം നമുക്കുണ്ടാവണം. പോലീസുകാരൻ ആരാണ്? നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി നാം ഏർപ്പെടുത്തിയിട്ടുള്ളൊരു ഏർപ്പാടാണിത്. അയാൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആകുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല സമൂഹം, മാതൃകാ സമൂഹമാകണമെങ്കിൽ അവരുടെ പോലീസിനെയോ അവരുടെ മതവിശ്വാസ പ്രമാണിക ഗ്രന്ഥങ്ങളെയോ മാത്രം ആശ്രയിച്ചുകൊണ്ട് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരും ആയിക്കൂടാ. അവർ മതപരമായ മൂല്യവ്യവസ്ഥകൾക്കും അപ്പുറത്തേക്ക് മൂല്യബോധമുള്ളവരായി തീരണം. പോലീസുകാരൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് നാം നല്ല പൗരന്മാരായി നിയമങ്ങൾ അനുസരിക്കുന്ന പ്രകൃതക്കാരായി തീരണം. ഇതാണ് ഈ പോസ്റ്റിൻ്റെ ചുരുക്കം. ചെറിയ കുട്ടികളെ ഭക്ഷണം കഴിക്കാത്തതിനോ വാശി പിടിക്കുന്നതിനോ നമ്മൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. മറ്റ് പല കഥകളിലെയും പിശാചുക്കളുടെയോ മറ്റോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അതുപോലെയുള്ള നമ്മൾ മെച്യൂർഡ്, അതായത് പ്രായപൂർത്തി എത്തിയിട്ടും ഇന്നും നമ്മൾ പേടിക്കുന്നത് അവിടെ പോലീസുകാർ നിൽക്കുന്നു, ഇവിടെ ദൈവം ശിക്ഷിക്കും, ഇങ്ങനെയുള്ള പേടിപ്പിക്കലുകളിൽ നിന്ന് മുക്തമായ മെച്യൂർഡായ വളർച്ച പ്രാപിച്ച ഒരു ഹൃദയം, മനസ്സുമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ കുറ്റകൃത്യത്തിന് ആരും വടി കൊണ്ട് തടുക്കേണ്ടി വരില്ല. പോലീസുകാരൻ വടി പിടിച്ചോ തോക്ക് പിടിച്ചോ കാവൽ നിന്നിട്ടല്ല ഒരു ജനതയെ നേർവഴിക്ക് നടത്തേണ്ടത്. കേവലം പുസ്തകക്കെട്ടുകളുടെ ഉള്ളിലെ മൂല്യവ്യവസ്ഥകൾക്കനുസരിച്ചുമല്ലത് വേണ്ടത്. അത് ഹൃദയങ്ങളിലേക്ക്, ആ മൂല്യവ്യവസ്ഥകളെ ഹൃദയങ്ങളിലേക്ക് ആവാഹിച്ച് അത് ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ട് അങ്ങനെ നമ്മളൊരു നല്ല ജനതയായി വർത്തിച്ചാലേ അതൊരു നല്ല സംസ്കാരമുള്ള ജനതയായി മാറുകയുള്ളൂ. ഇവിടെ നമുക്ക് നന്നാകാൻ വേണ്ടി ഒരു പോലീസുകാരനെയും ഒരു ദൈവത്തെയും ഒരു പ്രവാചകനെയും കാത്തു നിൽക്കാതെ നമുക്ക് തന്നെ സ്വയം നല്ലവരായിത്തീരാം. അത് രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ വ്യക്തിയുടെയോ നമ്മുടെ ഭവനത്തിൻ്റെയോ നന്മകൾക്ക് വേണ്ടി തന്നെയാണെന്ന് ബോധ്യപ്പെടാം. നന്ദി, നമസ്കാരം.